നമസ്കാരം. വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വിണാലൂർ കുറ്റിയങ്കാവ് ക്ഷേത്രകുളക്കടവിൽ മഞ്ഞലോഹത്തിന്റെ വിസ്മയ ചാരുത. കണ്ണു മഞ്ഞളിക്കാതെ വിണാലൂരിലെ CITU യൂണിയൻ അംഗം മുന്നിക്കാട്ട് വളപ്പിൽ രാധാകൃഷ്ണൻ. നാളുകളേറെയായി ശബരീശ സന്നിധിയിലേക്ക് കാൽനട പ്രയാണം നടത്തുന്ന 56-കാരൻ സത്യസന്ധതയുടെ പ്രകാശഗോപുരമായി കോലേഴി സ്വദേശി ബിജുവിന് തിരിച്ചു ലഭിച്ചത് 2 ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണ്ണമാല. രാധാകൃഷ്ണന് അഭിനന്ദന പ്രവാഹം. അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലും അനുമോദനം. വിണാലൂർ വായനശാലയിലും അനുമോദന സദസ്സ്. സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ KSU നടത്തുന്ന വലിയ മുന്നേറ്റങ്ങൾ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള നവതലമുറയുടെ പ്രതിഷേധവും നിലപാടുകളുമാണെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ. കലാലയങ്ങളിൽ നിന്ന് ഉയർന്നു വരേണ്ടത് സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും സന്ദേശം. SFI വിദ്യാർത്ഥി മനസ്സുകളെ വിഷലിപ്തമാക്കുകയാണെന്നും ആരോപണം. സംഘാടക മികവിന്റെ വേദിയായി ആര്യമ്പാടം സർവോദയം സ്കൂളിൽ KSU ജില്ലാ ക്യാമ്പ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്. സംസ്ഥാന സർക്കാരിന്റെ കർമ്മ പദ്ധതിക്ക് കരുത്തായി സംസ്ഥാനമൊട്ടുക്ക പട്ടയമേളകൾ. ജില്ലയിൽ 2147 പട്ടയങ്ങളും 24 വനാവകാശ രേഖകളും വിതരണം ചെയ്തു. ഇടതുമുന്നണി സർക്കാർ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 1,77,000 പട്ടയങ്ങൾ വിതരണം ചെയ്തതായി മന്ത്രി K രാജൻ. തൃശൂർ ജില്ലയിൽ വിതരണം ചെയ്തത് 10,000-ഓളം പട്ടയങ്ങൾ. KSRTC ബസ്സുകളുടെ കാലാവധി നീട്ടി നൽകി ഗതാഗത വകുപ്പ്. തിങ്കളാഴ്ച 15 വർഷം പൂർത്തിയാക്കുന്ന 1117 ബസ്സുകളുടെ കാലാവധിയാണ് 2 വർഷത്തേക്ക് നീട്ടിയത്. ബസ്സുകൾ ഒരുമിച്ച് പിൻവലിച്ചാൽ യാത്രാക്ലേശത്തിന് കാരണമാകുമെന്ന് നിഗമനം. നേരത്തെ സെപ്റ്റംബർ 30 വരെ നീട്ടിയ വാഹനങ്ങളുടെ കാലാവധിയാണ് വീണ്ടും നീട്ടിയത്. ഓടിക്കൊണ്ടിരിക്കെ പാസഞ്ചർ ഓട്ടോറിക്ഷയുടെ മുൻചക്രം ഊരിത്തെറിച്ചു. നിയന്ത്രണം വിട്ട ഓട്ടോ അകമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി. ഡ്രൈവർ കൊണ്ടാഴി സ്വദേശി 55-കാരൻ ബാബുവിന് തലയ്ക്ക് പരിക്ക്. ക്ഷേത്രത്തിന്റെ സുരക്ഷാ വേലികൾ തകർന്നു. ഇരുചക്ര വാഹനത്തിലേക്കും ഓട്ടോ ഓടിക്കയറി. വടക്കാഞ്ചേരിയിൽ വാഹനങ്ങളുടെ ടയറുകൾ സൃഷ്ടിക്കുന്ന അപകടങ്ങൾ നിരന്തരം. പോരാട്ട വഴികളിലെ സഹനസൂര്യൻ സഖാവ് പുഷ്പൻ ഇനി ജ്വലിക്കുന്ന രക്തനക്ഷത്രം. ആയിരങ്ങളുടെ അന്ത്യാഞ്ജലിക്ക് ശേഷം മൃതദേഹം സംസ്കരിച്ചു. CPM അണികൾക്കിടയിലെ ജീവിക്കുന്ന രക്തസാക്ഷി വിടവാങ്ങിയത് 3 പതിറ്റാണ്ടിലേറെ നടന്ന ദുരിത ജീവിതത്തിനൊടുവിൽ സംസ്കാരം നടന്നത് ചൊക്ലിയിലെ വീട്ടുവളപ്പിൽ. നെഞ്ചുലയ്ക്കും മുദ്രാവാക്യങ്ങളുമായി CPM പ്രവർത്തകർ. റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട മലയാളി സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് കൊല്ലപ്പെട്ടത്. 1.5 മാസത്തോളമുള്ള കാത്തിരിപ്പിനൊടുവിലാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത്. സംസ്കാരം നടന്നത് വടൂക്കര SNDP ശ്മശാനത്തിൽ. ജ്യോതിഷരംഗത്തെ പ്രമുഖനും ശിഷ്യസമ്പത്തിന്റെ ഉടമയുമായിരുന്ന എടക്കളത്തൂർ കളരിക്കൽ പുരുഷോത്തമൻ പണിക്കർക്ക് 1-ാം ശ്രാദ്ധ ദിനത്തിൽ പ്രണാമ പൂക്കളുമായി നാട്. ഗുരുശ്രേഷ്ഠരും ജ്യോതിഷരംഗത്തെ പ്രഗത്ഭരും പൗരപ്രമുഖരും ജനപ്രതിനിധികളും ശിഷ്യഗണങ്ങളും പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം പെരുമ്പിലാവിൽ ഓട്ടോ ഡ്രൈവർക്ക് ഇരുചക്ര വാഹന യാത്രികരുടെ മർദ്ദനം. പരുവക്കുന്ന് പിലാക്കൽ യൂസഫിനാണ് മർദ്ദനമേറ്റത്. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന 2-അംഗ സംഘത്തിന്റെ അമിത വേഗത ചോദ്യം ചെയ്തത് മർദ്ദന കാരണം. ഇടിക്കട്ട വെച്ച മുഖത്തും തലയിലും ഇടിച്ചു. ഇരുമ്പ് ദണ്ട് കൊണ്ട് കാലിൽ മർദ്ദിച്ചു. രക്ഷപ്പെടുത്തിയത് നാട്ടുകാർ. തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം. ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ കോൺഗ്രസ്. മുഖ്യമന്ത്രി മാഫിയ സംരക്ഷകനാണെന്ന കുറ്റപ്പെടുത്തൽ. കരിമത്രയിൽ പ്രതിഷേധ കൂട്ടായ്മ. DCC ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു.